ഐസ് സ്റ്റിക്ക് ഉണ്ടെന്ന് ഈ സൈക്കിളിൻ്റെ പുറയിൽ പെട്ടിയിൽ ഐസ് സ്റ്റിക്ക് അത് ഉച്ചയാകുമ്പോഴത്തേക്ക് അപ്പു എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ സൈഡിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവും. ഞാൻ മോഹൻലാലൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കൂടുമ്പോഴത്തേക്ക് ഷാജി എന്ന് പറഞ്ഞൊരു, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ, ഒരു ധനികനായ വീട്ടിലെ ഒരു പയ്യൻ. അപ്പോൾ അദ്ദേഹം കയ്യിൽ ഒരു 5 രൂപയെങ്കിലും കൊണ്ടുവരും. 5 രൂപ എന്ന് പറഞ്ഞാൽ ആ പെട്ടി മുഴുവൻ വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ ഷാജി വന്നു കഴിയുമ്പോൾ, ഷാജി എനിക്കൂടെ വാങ്ങിച്ചു തന്നെ, എനിക്കൂടെ പ്ലീസ് എനിക്കൂടെ. അപ്പം അവിടെ ശ്രീകുമാറിന് 2 എണ്ണം, അവനെ അപ്പുറത്ത് നിൽക്കുന്നവന് അവനങ്ങനെ 2 എണ്ണം. ഇത് നമ്മൾ ആവേശപൂർവ്വം വാങ്ങിച്ച് കഴിക്കുക. എന്നിട്ട് ലാസ്റ്റിൽ ഞങ്ങൾ ഒരു 3-4 പേര് വെയിറ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് തീരും. അപ്പോൾ 1:30-ക്ക് ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോണം. ഞാൻ 5 എഫ് ആയിരുന്നു ഞങ്ങളെല്ലാം. 5 എഫ് ആയിരുന്നു ഞാൻ. ഒരുപാട് IAS, ഏലിയാസ് എന്ന് പറഞ്ഞ IAS, അദ്ദേഹമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പോണം. അപ്പോൾ അതിനു മുമ്പ് ഈ 1:30 ആകുമ്പോഴത്തേക്ക് ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പുവിൻ്റെ ഒരു ഫ്രീ വിതരണമുണ്ട്. അതായത് കൈയിട്ട് അകത്ത് വരട്ടീൻ്റെ പൊടി കിട്ടും. ഈ പൊടി എടുത്തിട്ടൊരു പിടി തരും. അപ്പോൾ അതും കൂടെ വായിക്കാത്തിട്ടിട്ടുണ്ട് നമ്മൾ ഓട്ടോ. ശരിക്കും ക്ലാസ്സിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് സാർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരക്ഷരം പോലും പറയാൻ പറ്റില്ല. കാരണം നാക്കും വായും എല്ലാം മരവിച്ചിട്ട്. കാരണം ആ ഒരു അനുഭവം ഇനിയിപ്പോൾ നമുക്കൊരിക്കലും എനിക്കുണ്ടാവില്ല, എനിക്ക് ചെയ്യാനും പറ്റില്ല.